ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിന്ന് ചെറുതായിട്ടൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് ട്രിപ്പ് എന്നൊന്നും പറയാനില്ല. നമ്മുടെ തൃശ്ശൂർ ശോഭ മോൾക്ക് പോവാണ്. ഇന്ന് കാറിലല്ല പോയിട്ട് ഇന്നൊരു ചേഞ്ച് ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബസ്സിൽ പോവാണ്. ഹലോ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഗേൾസ് ബസ്സിൽ പോണ വഴിയിലും അവിടെ എത്തിയിട്ടൊക്കെ ഉപദേശം തരാം. അപ്പോൾ നമ്മുടെ ചക്കരയുണ്ട്, നമ്മുടെ ഉണ്ണിമോളുണ്ട്. ഉണ്ണിമോളെ എങ്ങനെ പോണു? ഉണ്ണിമോളെ ചക്കര എങ്ങനെ പോണ്? തൃശ്ശൂർ ശോഭ സിറ്റി. പായസം അവിടെ നിൽക്കൂ. പായസം ഉണ്ട്, പക്ഷെ അവര് ഞങ്ങൾ കൊണ്ടുപോകുന്നല്ല, ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് ബസ് കാണാൻ കൊണ്ടുപോവാണ്. അവിടെ എത്തി ഞങ്ങൾ തട്ടും. ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ സെറ്റുമാണ് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. അവള് +2 ജയിച്ചിട്ടാണേ, ഫുൾ A+ഓടെ. അപ്പൊ അവളുടെ വക ചെറിയൊരു എന്താ പറയാ ചെലവാണ് ഞങ്ങൾക്കില്ലേ. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ വേണേ അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് അവൾക്ക് ചെലവ് കൊടുക്കാം കേട്ടോ, ചെറിയ ചെലവ്. വെയില്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബസ് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേലക്കര സ്റ്റാൻഡ് പോയിട്ട് ബസ് കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കിട്ടിയപ്പോൾ ചേലക്കര വരെ ഞങ്ങൾ ഓട്ടോ പോയി. അവിടെ നിന്ന് തൃശ്ശൂർ ബസ് ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓട്ടോയിലും കയറി എല്ലാവരും പാടെ. അതൊരു രസമായിരുന്നു. ഞങ്ങൾ ചേലക്കര സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുകയാണ്. ചക്കു ബസ് വന്നില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് തൃശ്ശൂർ ബസ് കിട്ടി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം ഒരു ബസ് വന്നപ്പോൾ ഞങ്ങൾ കയറിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റി. ഉണ്ണിമോളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പെട്ടി സീറ്റിലിരുത്തി. അവൾക്ക് ഞങ്ങളുടെ അടുത്തിരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഉണ്ണി ചക്കരി നല്ല ഉറക്കമായിരുന്നു. നമ്മൾ വടക്കേ സ്റ്റാൻഡിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് പിന്നെ വേറെ ബസ് മാറി കയറണം. ശോഭ സിറ്റിയുടെ അങ്ങോട്ട് വേറെ ബസ് കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിക്കുള്ള ബസ്സിലാണ് ഇപ്പോൾ പോണത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ ബസ് ഇറങ്ങി ശോഭയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശോഭ സിറ്റി ഞങ്ങളെത്തി. ആദ്യമായിട്ടാണ് ശോഭയുടെ എൻട്രൻസിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോണത്. മറ്റേതെന്നൊക്കെ വെച്ചാൽ പാർക്കിങ്ങിൽ കാറിൽ വരുന്നു, പാർക്ക് ചെയ്യുന്നു, അങ്ങനെ വരുന്നില്ലേ. അപ്പം നടന്നു പോകുമ്പോൾ അത് വേറൊരു രസം. പുറത്ത് നല്ല ചൂട്, ഉള്ളിൽ കയറിയപ്പോൾ നല്ല ആശ്വാസം. ഞങ്ങളിവിടെ എത്തി. ആദ്യം ഒന്ന് ഫ്രഷായിട്ട് തുടങ്ങാൻ വിചാരിച്ചു. ഫ്രഷ് എല്ലാവരും കൂട്ടി ഐസ്ക്രീം വാങ്ങിത്താടി. ലാസ്റ്റ് മേടിക്കാം. ഫുഡൊക്കെ ചെയ്താൽ രസമുണ്ടോ? ബസ്സിൽ എങ്ങനെ ഉണ്ടാകുന്ന ചക്കര? ഉറക്കൊക്കെ ശരിയായോ? ഐസ്ക്രീം അടിപൊളിയാണ്. കഴിച്ചിട്ട് വരാം കേട്ടോ. രസമുണ്ട്. എല്ലാവരും ഡ്രസ് പർച്ചേസിങ്ങിലാണ്. എനിക്ക് കിട്ടിയ ഉണ്ണിയെ കിട്ടിയോ? സ്വത്തുന് കിട്ടിയോ? അങ്ങനെ പിന്നെ ചെരുപ്പ് നോക്കി. ചെരുപ്പ് നല്ല സെലക്ഷൻസ് ഉണ്ടാകുന്നു കേട്ടോ. റേറ്റും കുറവാണ്, അത്യാവശ്യം റേറ്റും കുറവാണ്, നല്ല സെലക്ഷൻസും ഉണ്ട് കേട്ടോ. സ്വത്ത് അങ്ങനെ നോക്കണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി, കാരണം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എന്താ വാങ്ങുക എന്നിങ്ങനെ
ആലോചിച്ച് നടക്കുകയായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ സൺഡേ ആണ് പോയത്, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം കൂടുതലും ഫാമിലീസ് തന്നെയാണ്. അപ്പോൾ ഫുഡ് കോർട്ടിൽ സീറ്റൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഫുഡ് മേടിക്കണ ടൈം കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി സ്ഥലം പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ബർഗറും പിസ്സ, പിന്നെ ചിക്കൻ സ്ട്രിപ്സ്, നഗറ്റ്സ്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങി. കുറേ പേര് അറിയാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു. പുഡിങ് തുടങ്ങി ഞങ്ങൾ. ന്യൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ചക്കരയ്ക്ക് ബർഗർ ഇഷ്ടമില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ന്യൂഡിൽസ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡടി തുടങ്ങി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സ്ട്രാ മയോനൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അത് അവർ ക്യാഷ് എടുത്തുക്കണു, പക്ഷേ സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ പകുതിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഈ കുത്തിയെടുക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചിക്കനും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും മയോനൈസും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സദ്യയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ ബർഗറും ഇതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഇത്താൻ്റെയിൽ സദ്യ ബാക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് അതങ്ങോട്ട് തീർത്തു. പിന്നെ നഗറ്റ്സും ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവളെ തീറ്റ കഴിഞ്ഞിട്ട് അവളെ ചോറിഞ്ഞു. ഞാനും തിന്നു കേട്ടോ. അങ്ങനെ ഫുഡടി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോകുമ്പോൾ ഉണ്ണിക്ക് ടൊണാഡോ വേണം പറഞ്ഞു. നമ്മുടെ ഈ പൊട്ടാറ്റോ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ വലിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. അതൊക്കെ ഓരോ ഫ്ലേവറാണ്, നമ്മൾ ഏത് ഫ്ലേവറാണ് പറഞ്ഞാണോ, പക്ഷേ കുഴപ്പമുണ്ടാകുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നോക്ക്, ചൂടാറിക്കോട്ടെ. രസമുണ്ടോ? എങ്ങനെയുണ്ട് ഉണ്ണിയാ? അങ്ങനെ ഉണ്ണിമോൾക്ക് ടോയ്സ് ഷോപ്പിൽ കാരണം പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ കയറി. ഇത് ടിഫിൻ ബോക്സാണ് തോന്നുന്നു അവിടെ നോക്കണത്. പിന്നെയും ബാഗുകളൊക്കെ നല്ല രസമുണ്ടാകുന്നു കാണാം, പക്ഷെ കാണുന്ന പോലെ ഇല്ല, നല്ല റേറ്റും ഉണ്ട്. അങ്ങനെ ഉണ്ണിമോളും ചക്കരയും ഇതാ ഗെയിമിൽ കയറി. പിന്നെ ചേട്ടൻ കാരണം ബെൽറ്റും കാര്യങ്ങളും മറ്റേ എന്താ പറയുക, കണ്ണട തന്നെയല്ലേ പറയുക അതിന്, അതൊക്കെ വെച്ച് കൊടുത്തു. 3D എന്തോ ആണ് സംഭവം, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ചീർന്നതും ഇതാകണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവരുടെ ടൈം കഴിഞ്ഞവർ അറിയും. ഒരാൾക്ക് 10-15 മിനിറ്റ് തോന്നുന്നുണ്ട്. ഒരാൾക്ക് 100 റുപ്പീസാണ് കേട്ടോ ഈ ഗെയിമിങ് സെക്ഷനിൽ വാങ്ങണത്. ഇവർ രണ്ടാളും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ശോഭയുടെ മുമ്പിൽ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ ഇത്. പക്ഷെ ഇത് കാണാൻ നല്ല രസമായിരുന്നു, പക്ഷേ ഇപ്പോൾ വെള്ളം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഗേറ്റിൻ്റെ അവിടം വരെ വെള്ളം ഉണ്ടാവാറുണ്ട്, പക്ഷേ ചൂടൊക്കെ അല്ലേ, നല്ലോണം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ ഞങ്ങളങ്ങനെ വിട്ടു. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പ് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾ ബസ്സിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം വീടെത്തുമ്പോൾ ഇരുട്ടാകും. അപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുട്ടായാലും കുഴപ്പമില്ല, പക്ഷേ ബസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി.
അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.